മാരക ഹെവി മെറ്റലുകളും 365 ഇന്ത്യൻ ഭക്ഷ്യവസ്തുക്കൾക്ക് യൂറോപ്യൻ യൂണിയൻ വിലക്ക്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഗുണനിലവാരമുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ മാരകമായ വിഷാംശവും രാസവസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് 365 ഭക്ഷ്യവസ്തുക്കൾക്ക് യൂറോപ്യൻ യൂണിയന്റെ വിലക്ക്. 2 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടും കാൻസറിന് കാരണമാകുന്ന കീടനാശിനികളുടെ ഉപയോഗം തടയാൻ ഇന്ത്യൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 മെയ് 1 മുതൽ 2026 മെയ് 30 വരെയുള്ള കാലയളവിൽ 450-ലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് EU അംഗരാജ്യങ്ങൾ നിരസിച്ചത്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും കമ്മീഷന്റെയും രേഖകൾ പ്രകാരം ഇതിൽ 365 ഉൽപ്പന്നങ്ങൾ മാരകമായ കീടനാശിനികളുടെയും ഹെവി മെറ്റലുകളുടെയും സാന്നിധ്യം മൂലമാണ് തള്ളിയത്. ബാക്കിയുള്ളവ സാൽമണല്ല, അഫ്ലാടോക്സിൻ തുടങ്ങിയ അപകടകരമായ ബാക്ടീരിയകളും ഫംഗസുകളും അടങ്ങിയതിനാലും പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഭാഗമായുള്ള ധാതു എണ്ണകളുടെ സാന്നിധ്യം മൂലവുമാണ് നിരസിച്ചത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, പഴങ്ങൾ, പച്ചക്കറികൾ, നട്സുകൾ, ധാന്യങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് നിരസിക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവും. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഗുണനിലവാരമുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ മാരകമായ വിഷാംശവും രാസവസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് 365 ഭക്ഷ്യവസ്തുക്കൾക്ക് യൂറോപ്യൻ യൂണിയന്റെ വിലക്ക്. 2 വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടും കാൻസറിന് കാരണമാകുന്ന കീടനാശിനികളുടെ ഉപയോഗം തടയാൻ ഇന്ത്യൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 മെയ് 1 മുതൽ 2026 മെയ് 30 വരെയുള്ള കാലയളവിൽ 450-ലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് EU അംഗരാജ്യങ്ങൾ നിരസിച്ചത്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും കമ്മീഷന്റെയും രേഖകൾ പ്രകാരം ഇതിൽ 365 ഉൽപ്പന്നങ്ങൾ മാരകമായ കീടനാശിനികളുടെയും ഹെവി മെറ്റലുകളുടെയും സാന്നിധ്യം മൂലമാണ് തള്ളിയത്. ബാക്കിയുള്ളവ സാൽമണല്ല, അഫ്ലാടോക്സിൻ തുടങ്ങിയ അപകടകരമായ ബാക്ടീരിയകളും ഫംഗസുകളും അടങ്ങിയതിനാലും പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഭാഗമായുള്ള ധാതു എണ്ണകളുടെ സാന്നിധ്യം മൂലവുമാണ് നിരസിച്ചത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, പഴങ്ങൾ, പച്ചക്കറികൾ, നട്സുകൾ, ധാന്യങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് നിരസിക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവും.